അതിശക്തമായി നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇവിടെ ഒരു ഭാഷ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നൊരു കാര്യമാണ്. പക്ഷേ കാസർഗോഡിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പ്രദേശം ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും കാണാനാകുമോ? കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിലാകെ 7 ഭാഷകൾ അവരുടെ ജീവത്തായ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ജനങ്ങൾ നമ്മുടെ കാസർഗോഡ് മാത്രമാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ 7 ഭാഷകൾ സജീവമായി നിലനിൽക്കുന്ന വൈവിധ്യത്തിൻ്റെ മഴവിൽ അഴകാണ്. ആ പ്രത്യേക അഴകാണ് കാസർഗോഡിനും ഈ ജില്ലക്കും നമ്മുടെ കേരളത്തിനും അതുവഴി ഉണ്ടാകുന്നത് എന്ന് നാം കാണണം. ഇവിടെ ഈ വൈവിധ്യങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയുമോ? ഇവിടെ ഭാഷയുടെ മിശ്രണം പോലെ തന്നെ ജനജീവിതങ്ങളുടെ മിശ്രണവും വലിയ തോതിൽ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരേ സഹോദരങ്ങൾ എന്ന നിലയിൽ ഒരു കുടുംബക്കാരായി കഴിയുന്ന നാടാണ് നമ്മുടെ നാട്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു നാട്. അവിടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. വർഗീയതയുടെ വിഷസർപ്പങ്ങൾ ഇടയ്ക്ക് തലപൊക്കാൻ ഇവിടെയും ശ്രമിക്കുന്നുണ്ടാവാം. അവരുടേതായ ശീലം വെച്ച് കാലുഷ്യം പരത്താനും ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ ഇവിടുത്തെ നാടിൻ്റെ പാരമ്പര്യം അതല്ല എന്നതോർക്കണം. മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികൾക്ക് കാസർഗോഡ് ജില്ലക്ക് മുന്നിലിട്ട് കൊടുക്കാൻ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് ഉള്ള കുഞ്ചത്തൂർ വില്ലേജിൻ്റെ അനുഭവം. അവിടെ ആയിരംപള്ളി മസ്ജിദും കുഞ്ചത്തൂർ ക്ഷേത്രവും ആചാരപരമായി തന്നെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് ശ്രദ്ധേയമായി നിൽക്കുകയാണ്. ക്ഷേത്രത്തിൽ കൊടിയേറാൻ സ്ഥാനികൾ ഉത്സവം തുടങ്ങുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ച
മസ്ജിദിൽ ചെന്ന് വിവരം പറയുന്ന കീഴ്വഴക്കം നമ്മുടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നാടിൻ്റെ സൽപാരമ്പര്യം. മസ്ജിദിലെ സമിതിയാകട്ടെ അരിയും പച്ചക്കറിയും അടക്കമുള്ള സാധന സാമഗ്രികൾ ക്ഷേത്രത്തിൽ എത്തിച്ചു കൊടുക്കുന്നു. ഉത്സവത്തിൻ്റെ സമാപന ദിവസം പള്ളി കമ്മിറ്റിക്കാർക്ക് ക്ഷേത്രത്തിൽ ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നു. ഇത്തരത്തിലുള്ള സാഹോദര്യവും സഹവർത്തിത്വവും നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. ഇത് മനസ്സിലാക്കാൻ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്ക് കഴിയില്ല. അതേപോലെ തന്നെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സഹകരണത്തിൻ്റെ അടയാളങ്ങൾ മറ്റു മേഖലകളിലും ചില തെയ്യക്കോലങ്ങളിലും പ്രതിഫലിച്ചു നിൽക്കുന്നതായി കാണാൻ നമുക്ക് കഴിയും. ഒരമ്പലത്തിൽ കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേര് ഉമ്മച്ചി എന്നാണ്. പരമ്പരാഗത ഇസ്ലാം വേഷത്തിൽ ആ തെയ്യമെത്തുന്നു. കമ്പല്ലൂർ കോട്ടയിൽ തറവാട്ടിൽ മുസ്ലിം മൗലവി വേഷത്തിൽ തന്നെ മുക്രിപ്പോക്കർ തെയ്യമെത്തുന്നു. എല്ലാം തെയ്യങ്ങളാണ്. പക്ഷേ എത്തുന്നത് മുസ്ലിം സ്ത്രീയുടെ വേഷത്തിലും മുക്രിപ്പോക്കറുടെ വേഷത്തിലുമൊക്കെയാണ്. അലാമിക്കലെ മുഹറം 10 മുസ്ലിം ആഘോഷമാണ്. എന്നാൽ അവിടെ ഹിന്ദുമത വിശ്വാസികളാണ് അലാമി വേഷം കെട്ടിയാടുന്നത്. പള്ളി മുസ്ലിമിൻ്റേത്. അവിടെ വരുന്നത് ഹിന്ദുക്കൾ. ഇങ്ങനെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും വേർതിരിവില്ലാതെ ഭേദചിന്തകളില്ലാതെ സഹോദരഭാവേന കഴിയുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ഇത് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. എങ്കിലും ഇങ്ങനെ ഒരു പ്രദേശമുണ്ട്, ഒരു നാടുണ്ട്, ഒരു ജനങ്ങളുണ്ട്, ഒരു വിഭാഗം ജനങ്ങളുണ്ട്, അത്തരം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന കാര്യം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യം പറയാൻ ഞാൻ തയ്യാറായത്? ഇവിടെ നമ്മുടെ നാട്ടിൽ ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് നേരെയാണ്. ഈ പൗരത്വ ഭേദഗതി നിയമം ആരും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു നിയമമല്ല. ഈ നിയമം ഇന്ത്യ രാജ്യം അംഗീകരിച്ചപ്പോൾ നേരത്തെ 2019 ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലും പ്രതിഷേധമുയർന്നു. വിവിധ നഗരങ്ങളിൽ ശക്തമായ പ്രതിഷേധ റാലികൾ നടന്നു. നമ്മൾ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല ഇതിനെതിരെ പ്രതിഷേധമുണ്ടായത്. കാരണം നമ്മുടെ ലോകത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിനും മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം എന്ന് പറയുമ്പോൾ അതിനെ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വിവിധ രാജ്യങ്ങൾ
അതിനെതിരെ രംഗത്ത് വന്നത്. വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ രംഗത്ത് വന്നത്. മതനിരപേക്ഷ ചിന്താഗതിക്കാർ അതികഠിനമായി നമ്മുടെ രാജ്യത്തെ വിമർശിക്കാൻ തയ്യാറായി. ആ ഘട്ടത്തിലായിരുന്നു ജപ്പാൻ ഭരണാധികാരി ഇന്ത്യ സന്ദർശിക്കേണ്ടിയിരുന്നത്. ഈ നിയമം അന്ന് പാസാക്കിയപ്പോൾ അദ്ദേഹം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന നിലപാടെടുത്തു. എന്തെങ്കിലും അസൗകര്യം കൊണ്ടല്ല. ഇതുപോലൊരു നിയമം പാസാക്കിയ, ഈ പരിഷ്കൃത ലോകത്തിന് ചേരാത്ത, മതനിരപേക്ഷത തകർക്കുന്ന, പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കിയ ഒരു രാജ്യത്തിലേക്ക് ഞാനില്ല എന്ന നിലപാടാണ് ജപ്പാൻ ഭരണാധികാരി അന്ന് സ്വീകരിച്ചത്. അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും അതേ വഴി സ്വീകരിച്ചു. ഇന്ത്യയിലേക്ക് പരിപാടി തയ്യാറാക്കിയവർ ആ പരിപാടി റദ്ദ് ചെയ്യുന്ന നില സ്വീകരിച്ചു. ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടു. ലോകം ഇന്ത്യയെ കഠിനമായ ഭാഷയിൽ ഭത്സിക്കുന്ന സ്ഥിതി വന്നു. പക്ഷേ അതൊന്നും വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്കാർക്ക് പ്രശ്നമല്ല. ലോകമാകെ അപലപിക്കുന്നുവെന്ന് കണ്ടപ്പോഴും ഹിറ്റ്ലർ പിന്മാറിയില്ല. ഹിറ്റ്ലർ തൻ്റെ അജണ്ട നടപ്പാക്കിക്കൊണ്ടേയിരുന്നു. അതേ മാതൃകയാണ് ഇവരും തുടരുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്ത് കഠിന എതിർപ്പുയർന്നിട്ടും ലോകമാകെ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടും ആ നടപടികളുമായി മുന്നോട്ടു പോകുന്ന നില ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലേക്ക് കുടിയേറുന്ന വിവിധ ജനവിഭാഗങ്ങളുണ്ട്. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായവർ, അവിടെയുള്ള ചില പ്രശ്നങ്ങൾ, അങ്ങനെ അഭയാർത്ഥികളായി എത്തുന്നവർ, അഭയാർത്ഥികളായി എത്തുന്നവരെ അഭയാർത്ഥികളായിട്ടാണ് ഏത് പരിഷ്കൃത രാഷ്ട്രവും കാണുക. ഒരു പരിഷ്കൃത രാഷ്ട്രവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. അവരെ അഭയാർത്ഥികളെന്ന പരിഗണനയാണ് കൊടുക്കുക. അതിൻ്റെ ഭാഗമായുള്ള പരിഗണന എല്ലാ രാജ്യങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടത്തേക്ക് കുടിയേറുന്ന വിഭാഗങ്ങളിൽ 6 വിഭാഗക്കാർക്ക് മാത്രം ഞങ്ങൾ പൗരത്വം നൽകും, അവരെ മാത്രം സംരക്ഷിക്കും എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഹിന്ദുക്കൾ, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ഇങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഉറപ്പ് നൽകുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കുന്ന മറ്റൊരു കാര്യം എന്താ? മുസ്ലിങ്ങളടക്കമുള്ള മറ്റ് മതവിഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പൗരത്വമില്ല എന്നാണ്. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച ഒരു നടപടിയാണിത്. ഇവിടെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇവിടങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ഈ പരിഗണന കൊടുക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മറ്റു വിഭാഗങ്ങളുണ്ട്. അവർക്കൊന്നും ഈ പരിഗണനയില്ല. പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർ, അതിനകത്ത് അഹമ്മദീയ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമാണ്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരുണ്ട്, മ്യാൻമറിലെ റോഹിംഗ്യകളുണ്ട്. 2 ദിവസം മുൻപാണ്
ഈ റോഹിംഗ്യകളെ പുറത്താക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ ഇന്ത്യ ഗവൺമെൻറ് സമീപിച്ചതിൻ്റെ ഭാഗമായുള്ള വിവരങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ കൈമാറുന്ന വാർത്തകൾ വന്നത്. നമ്മുടെ ശ്രീലങ്കൻ തമിഴ് വംശജരുണ്ട്. ഇങ്ങനെ പലരും നമ്മുടെ രാജ്യത്തിനകത്തേക്ക് വരുന്നുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കലാണ് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുടെ യഥാർത്ഥ ലക്ഷ്യം. ഇവിടെ നാം കാണേണ്ടത് ഇത് നമ്മുടെ രാജ്യം അംഗീകരിച്ച ഭരണഘടനയുടെ ലംഘനമാണ്. ഭരണഘടനാ മൂല്യങ്ങളുണ്ട്. അത് ഭരണഘടന അനുശാസിക്കുന്ന ആ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു നില വന്നപ്പോൾ ഇതിനെ തള്ളിപ്പറയാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറായി. മാത്രമല്ല ആംനസ്റ്റി ഇൻ്റർനാഷണൽ കടുത്ത ഭാഷയിൽ ഇതിനെ അപലപിച്ചു. ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ കൂടെ അണിനിരന്നിരിക്കുകയാണല്ലോ ഇന്ത്യ. അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാണല്ലോ. അമേരിക്കക്ക് പറയേണ്ടി വന്നു, ഞങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്കൊന്നും അംഗീകാരം നൽകാൻ കഴിയില്ല എന്ന്. കടുത്ത ഭാഷയിൽ അമേരിക്ക ഇന്ത്യയുടെ നടപടിയെ അപലപിക്കുന്ന നില വന്നു. ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുന്നു. എന്തുകൊണ്ട്? പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ കാണാൻ ആർക്കും കഴിയില്ല. ഒരു രാജ്യവും അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ അവരുടേതായ വഴിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നാം കാണേണ്ടത്, ഈ പൗരത്വ നിയമം നമ്മുടെ രാജ്യത്ത് 1955 പാസ്സാക്കുന്നത്. 1955 ശേഷം നിരവധി തവണ ഇതിന് ഭേദഗതി വന്നിട്ടുണ്ട്. ആദ്യത്തെ ഭേദഗതി 1986 പിന്നീട് 1992, 2003, 2015 ഇങ്ങനെ ഒട്ടേറെ ഭേദഗതികൾ വിവിധ കാലഘട്ടങ്ങളിൽ വന്നു. എന്നാൽ ഈ ഭേദഗതികൾ ഏതെങ്കിലും തരത്തിൽ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നതായിരുന്നില്ല. മതാടിസ്ഥാനത്തിലാണ് പൗരത്വമെന്ന് ആ ഭേദഗതിയിലൊന്നും പറഞ്ഞതുമില്ല. ഇവിടെ പൗരത്വ നിയമത്തിൽ ആദ്യമായും RSSൻ്റെ അജണ്ടയുടെ തുടക്കം കുറിക്കുന്നത് 2003 ആ 2003 വാജ്പേയി സർക്കാരായിരുന്നു അധികാരത്തിൽ. വാജ്പേയി സർക്കാർ അന്നത്തെ നിയമത്തിൽ ഒരു പുതിയ പദം കൊണ്ടുവന്നു. അത് അനധികൃത കുടിയേറ്റക്കാർ എന്നൊരു പദമായിരുന്നു. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ എന്ന സംജ്ഞ ഈ പൗരത്വ നിയമത്തിൽ ബോധപൂർവം കൊണ്ടുവരികയായിരുന്നു. അതിനപ്പുറം ഒന്നും പറഞ്ഞില്ല. കുടിയേറ്റക്കാരിൽ അനധികൃത കുടിയേറ്റക്കാർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞവിടെ വെച്ചു. അത് യഥാർത്ഥത്തിൽ RSSൻ്റെ അജണ്ടയുടെ തുടക്കം കുറിക്കലായിരുന്നു. പക്ഷേ 2003 ഈ അനധികൃത കുടിയേറ്റക്കാർ ആര് എന്നത് മതാടിസ്ഥാനത്തിൽ നിർവചിക്കാൻ പോയില്ല.
മതാടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നിർവചനവും ഉണ്ടായില്ല. പക്ഷേ അതിനകത്ത് തന്നെ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വാജ്പേയി കൊണ്ടുവന്നു. അത് ഈ ഭേദഗതിയുടെ ഭാഗമായിരുന്നു. NRC, ദേശീയ അടിസ്ഥാനത്തിലുള്ള പൗരത്വ രജിസ്റ്റർ. 2019 മോദിയുടെ ഗവൺമെൻറ്റാണ് പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് മതത്തെ, പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്നത്. അതേവരെയുള്ള നിലപാടിൽ നിന്ന് ഇന്ത്യ രാജ്യം മാറുകയായിരുന്നു. ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. ഭരണഘടനാ വിരുദ്ധമായ നടപടി, മതേതരത്വത്തിൻ്റെ നഗ്നമായ ലംഘനം, അതോടൊപ്പം മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ സർക്കാരിന് ഒരു നിയമവും കൊണ്ടുവരാനുള്ള അധികാരമില്ല. ഇത് വലിയ തോതിലുള്ള നിയമയുദ്ധത്തിന് ശേഷം സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത കോടതി വ്യക്തമാക്കിയ കാര്യമാണ്. നമ്മുടെ മൗലികാവകാശം ഹനിക്കും വിധം സർക്കാരിന് നിയമം കൊണ്ടുവരാൻ കഴിയില്ല എന്നത്. എന്നാൽ അതും ഇവിടെ പിച്ചി ചീന്തുകയാണ് ചെയ്തത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില മൂല്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും തുല്യ പരിരക്ഷയാണ്. ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് മാത്രമല്ല, പൗരന്മാർക്ക് പരിരക്ഷ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പൗരന്മാർക്ക് തുല്യനീതി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാ വ്യക്തികൾക്കും എന്ന് പറഞ്ഞാൽ പൗരന്മാരല്ലാത്ത ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്കടക്കം നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയും ഭരണഘടന ഉറപ്പു നൽകുകയാണ്. ഇത്തരത്തിലുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭരണഘടന മതപരമായ ഒരു വിവേചനവും അംഗീകരിക്കുന്നില്ല. എല്ലാവരെയും തുല്യമായ നിലയിലാണ് കാണുന്നത്. എന്താണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത? ഓരോ ആൾക്കും ആ ആളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം. ഏത് മതത്തിൽ വിശ്വസിക്കണോ ആ മതത്തിൽ വിശ്വസിക്കാം. എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഏതെങ്കിലും ഒരാളോ ചില ആളുകളോ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലേ, അവർക്ക് അങ്ങനെയും ആവാം. അവർക്കും തുല്യ അവകാശമാണ്. അതാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത. ആ ഉറപ്പ് ഭരണഘടന നൽകുകയാണ്. എല്ലാവർക്കും പരിരക്ഷ, എല്ലാവർക്കും തുല്യത. അതാണ് ഇവിടെ പിച്ചി ചീന്താൻ നോക്കുന്നത്. മതപരമായ വിവേചനം കൊണ്ടു നടക്കുന്ന സംഘം അവരുടെ ആശയത്തിനനുസരിച്ച് മതപരമായ വിവേചനത്തെ നിയമമാക്കാൻ നടപടിയെടുത്തു. അതാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത് നാം കാണുന്നു. ഇത് ഇന്ത്യ എന്ന ആശയത്തെ വെല്ലുവിളിക്കലാണ്. ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ വിവിധ തരത്തിലുള്ള മറ്റ് നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. അതിലൊന്നാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, NPR എന്ന് പറയുന്ന കാര്യം. നേരത്തെ പറഞ്ഞ NRCയുടെ കാര്യം, ദേശീയ പൗരത്വ രജിസ്റ്റർ, അത് വാജ്പേയി നേരത്തെ പറഞ്ഞു വെച്ചു. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു വലിയ ചർച്ച നടക്കുകയുണ്ടായല്ലോ. ആ ചർച്ചയിൽ
ഈ പറയുന്ന NPR അത് സെൻസസിൻ്റെ ഭാഗമാണെന്ന് ചിലർ പറഞ്ഞു വെച്ചു. യഥാർത്ഥത്തിൽ NPR വേറെ, സെൻസസ് വേറെ. NPR സെൻസസിൻ്റെ ഭാഗമല്ല. പക്ഷേ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ RSSൻ്റെ അജണ്ട നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിലൂടെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് 2019 മെയ് 1 അദ്ദേഹം പറഞ്ഞത് ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കും, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അത് നാം കണ്ടു. എല്ലാ അഭയാർത്ഥികളുമല്ല, മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ എന്നാണ് നടപ്പാക്കിയത്. അതിനുശേഷം അദ്ദേഹം പറയാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയാണ്, അതിനുശേഷം NRC തയ്യാറാക്കും. എന്നിട്ടൊന്നുകൂടി കൂട്ടിച്ചേർത്തു, ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും. ഇത് നിയമം വരുന്നതിന് മുൻപ് അമിത്ഷാ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. പാർലമെൻറ്റിൽ ഒന്നിലധികം തവണ ഈ ഭീഷണി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മുഴങ്ങുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ദേശീയ പൗരത്വ നിയമം, പൗരത്വ രജിസ്റ്റർ, ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും, ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല. അതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാണ്. ആരെയാണ് ഉന്നം വെക്കുന്നത് എന്നതും പറയാതെ തന്നെ എല്ലാവർക്കും നല്ല തോതിൽ വ്യക്തതയുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടി, ഇവിടെയാണ് നാം ഓർക്കേണ്ടത്. ഇത്തരമൊരു ഘട്ടം വന്നപ്പോൾ, ആ നിയമം 2019 വന്നപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ പ്രതികരണം വന്നു. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടായ കേരളത്തിൻ്റെ പ്രതികരണം, രാജ്യത്ത് ആദ്യത്തെ പ്രതികരണം എന്ന രീതിയിൽ ഈ നിയമം പാസാക്കിയ ഉടനെ വരികയുണ്ടായി. ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഇതിനെ നാം ചോദ്യം ചെയ്യാൻ തയ്യാറായി. ഈ പൗരത്വ ഭേദഗതി നിയമം മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് കേരളം ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതിയായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാനും കേരളം തയ്യാറായി. ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ശബ്ദം ഒറ്റപ്പെട്ട ഒന്നായി പലർക്കും തോന്നിയിരിക്കും. എന്നാൽ പിന്നീടത് പലരും ഏറ്റെടുത്തു എന്നത് നാം കണ്ടൊരു കാര്യമാണ്. ഇവിടെ നാം ശ്രമിച്ചത് ഇതിനെ ചോദ്യം ചെയ്യാൻ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിനാണ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക. അതിൻ്റെ ഭാഗമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ ആ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി. ആ പ്രതിഷേധ കൂട്ടായ്മയിൽ അന്നത്തെ പ്രതിപക്ഷവും പങ്കെടുക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാക്കളും ആ കൂട്ടായ്മയിൽ അണിനിരന്നു. അതിൻ്റെ തുടർച്ചയായി ഭരണഘടനാ
സംരക്ഷണ യോഗങ്ങൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നടക്കുകയുണ്ടായി. എല്ലാം ഉറക്കെയുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. RSS അജണ്ട ഇവിടെ നടപ്പാക്കില്ല, ഇവിടെ നടപ്പാവില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അതിലെല്ലാം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായി സർവകക്ഷി യോഗം ചേർന്നു. അവിടെയും നിന്നില്ല, പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു. നിയമസഭയിൽ ഇതിനെതിരെയുള്ള പ്രമേയം, പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം ഏകണ്ഠമായി പാസാക്കി. അത് ആ രീതിയിൽ ഒരു പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയായിരുന്നു. മാത്രമല്ല, രാജ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ഘട്ടത്തിൽ കത്തയച്ചു. ഇതിനെ ചോദ്യം ചെയ്യാൻ നാം തയ്യാറാകണം, എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും ഇതിനെതിരെ അണിനിരക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കാനും തയ്യാറായി. മാത്രമല്ല, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്യൂട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. ഇതെല്ലാം ചെയ്ത ആദ്യ സംസ്ഥാനം കേരളമാണ്. നമ്മുടെ നാടിന് അത്തരത്തിൽ നീങ്ങാൻ കഴിഞ്ഞത് നേരത്തെ ഉള്ള നമ്മുടെ സംസ്കാരം കൊണ്ടാണ്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാട് എന്നതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ മുൻകൈയെടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങളിൽ പലരും പങ്കെടുത്ത മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മനുഷ്യ ചങ്ങല LDFിൻ്റെ നേതൃത്വത്തിൽ ഈ നിയമത്തിനെതിരെ ആ കാലത്ത് സംഘടിപ്പിച്ചത്. ഇവിടെ നാം കാണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ നിയമം കേവലം ഒരു നിയമം മാത്രമല്ല. ഈ നിയമത്തിൻ്റെ ഭാഗമായി ഭയത്തിലാകുന്ന, ഭീതിയിലാകുന്ന, ആശങ്കയിൽ കഴിയുന്ന, വലിയ തോതിൽ ഉത്കണ്ഠപ്പെടുന്ന, ഇന്നലെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കോടാനുകോടി ജനങ്ങൾ. അവരെ ഭയപ്പാടിലാണ്. ആ ഭയപ്പാടിലുള്ള ജനലക്ഷങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്, ഞങ്ങളൊപ്പമുണ്ട് എന്ന ധൈര്യം പകരുന്ന നടപടിയായിരുന്നു ഈ പറഞ്ഞ എല്ലാ നടപടികളും എന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ്. ഇവിടെ ചെറിയൊരു കാര്യം കൂടി നമ്മളിപ്പോൾ ഓർത്തു പോകുന്നതിന് പറയാൻ ഞാൻ നിർബന്ധനാവുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണല്ലോ നിൽക്കേണ്ടത്. ഒന്നിച്ചു നിന്ന് ഇത്തരം കാര്യങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്തുകയാണല്ലോ വേണ്ടത്. മതനിരപേക്ഷ ചിന്താഗതിക്കാരാണെന്ന് പറയുന്ന എല്ലാവരും ആ രീതിയിലുള്ള നടപടിയാണല്ലോ സ്വീകരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവമുണ്ട്, ഞങ്ങൾക്കുണ്ടായ അനുഭവമുണ്ട്. അതുകൂടി ഇവിടെ പങ്കുവെക്കണം എന്നാണ് തോന്നുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള നീക്കങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നടത്താനാണ് സർക്കാർ തയ്യാറായത്. അതുകൊണ്ടാണ് പ്രതിപക്ഷമടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പെട്ടെന്ന് ചുവട് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ചുവടുമാറ്റമുണ്ടായത് എന്ന് ആർക്കും അന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നും പറയാനാവില്ല. മാത്രമല്ല,
ഏകണ്ഠമായി പാസാക്കിയ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുന്ന നിലയുണ്ടായി. അന്നത്തെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് വളരെ പരിഹാസരത്തിലാണ് ചോദിച്ചത്, ഇത്തരമൊരു പ്രമേയം പാസാക്കിയതുകൊണ്ട് നിയമം ഇല്ലാതാവുമെന്ന്. ഈ ഒരു പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കുന്നു. പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല. നമ്മുടെ രാജ്യത്ത് കിരാതമായ നടപടികൾക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി അവസാനം ജനങ്ങളുടെ കരുത്ത് വിജയം നേടുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്താണ് ആ ചരിത്രമെല്ലാം മറന്നുകൊണ്ട് ഇന്ന് BJP ഗവൺമെൻറ് പറയുന്ന ആ നിലപാടാണ് എല്ലാ കാലവും നിലനിൽക്കാൻ പോകുന്നത് എന്ന തരത്തിൽ അദ്ദേഹം പറയാൻ തയ്യാറായത്? ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാട് പിന്നീട് കോൺഗ്രസ് സ്വീകരിച്ചു. യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവർക്ക് നേരെ പാർട്ടിതല നടപടികൾ സ്വീകരിച്ചു. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ പാസാക്കിയത് ഡിസംബർ 2-ാം വാരത്തിലാണ്. ആ ഘട്ടത്തിൽ രാജ്യത്താകെ കടുത്ത പ്രതിഷേധമുയർന്നു. ഡിസംബർ 10-ന് രാജ്യമാകെ തെരുവിലിറങ്ങുന്ന സ്ഥിതിയുണ്ടായി. ആ പ്രക്ഷോഭം നടന്ന ആ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ, അവരായിരുന്നല്ലോ എണ്ണത്തിൽ വളരെ കൂടുതൽ, ആ MP-മാർ അവരുടെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളിലൊന്നും അവരെ ആരും കണ്ടില്ല. എന്തേ അങ്ങനെയൊരു സമീപനം വന്നത്? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവെന്ന് അവരും നമ്മളുമെല്ലാം അംഗീകരിക്കുന്നയാള് ഇന്ത്യയിലേ ഉണ്ടായില്ല, വിദേശത്തേക്ക് പോയി. ഇത്തരമൊരു പ്രശ്നം അവർക്കൊരു പ്രശ്നമായിട്ടേ തോന്നിയില്ല. ഡൽഹിയിൽ ഇതിനെതിരെ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരുപാട് ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത ആരെങ്കിലും കേട്ടോ? ലോക്സഭയിൽ ആകെ ഒരു മെമ്പറേ ഇടതുപക്ഷത്തിനുള്ളൂ, ആരിഫ്. ആരിഫിൻ്റെ ശബ്ദം ആ ഘട്ടത്തിൽ ഉയർന്നു. ഇതിനെതിരെ നമ്മുടെ കോൺഗ്രസിൻ്റെ MP-മാർ സാങ്കേതികമായി എതിർത്തു എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ പോയി ഒളിച്ചു. ഇതിനെ ഫലപ്രദമായി എതിർക്കാൻ തയ്യാറായില്ല. ഇതിനെതിരെ അവരുടെ ശബ്ദം വേണ്ടത്ര പൊങ്ങിയില്ല. രാജ്യസഭയിൽ നല്ല പ്രതിഷേധം ഇടതുപക്ഷ അംഗങ്ങൾ ഉയർത്തി. ഇളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷും എല്ലാം ആ ഘട്ടത്തിൽ കടുത്ത പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർത്തി. ആരുടെയെങ്കിലും, കോൺഗ്രസിൻ്റെ ആരുടെയെങ്കിലും ശബ്ദം ആർക്കെങ്കിലും കേൾക്കാൻ കഴിഞ്ഞോ? ഇടതുപക്ഷ MP-മാർ ഇതിന് ഭേദഗതി നിർദ്ദേശിച്ചു. ഈ ബില്ല് വോട്ടിനിടണമെന്നാവശ്യപ്പെട്ടു. നാം ഓർക്കേണ്ടത് 2020 ജനുവരി ആയപ്പോൾ ഇതിനെതിരെയുള്ള പ്രക്ഷോഭം വലിയ തോതിൽ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ
കനത്തു. ആ പ്രക്ഷോഭത്തിൽ എവിടെയും നമ്മുടെ കോൺഗ്രസ് എംപിമാരെ കാണാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷ എംപിമാരുണ്ടായി, ഇടതുപക്ഷ നേതാക്കളുണ്ടായി. ആ ഘട്ടത്തിലാണ് ആ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നതിനെ സഹിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെയുള്ള കലാപം സംഘപരിവാർ അഴിച്ചുവിട്ടത്. അതിൻ്റെ ഭാഗമായി വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം, 51 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. നിരവധി പേരെ കാണാതായി. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് അവരുടെ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെട്ടു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയാൽ തങ്ങൾ വിടില്ല എന്ന രീതിയിലാണ് സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടത്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുവാദമുണ്ടായി. ആ ഘട്ടത്തിൽ അതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കൾ മാത്രമായിരുന്നു. എവിടെയും കോൺഗ്രസിൻ്റെ ആരെയും കണ്ടില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലാപത്തിനിരയായവർക്ക് പരിരക്ഷ നൽകണം, സുരക്ഷ നൽകണം, നിഷ്പക്ഷമായ അന്വേഷണം ആ കാര്യത്തിൽ വേണം. ഈ ആവശ്യം ഇടതുപക്ഷമാണ് ഫലപ്രദമായി ഉയർത്തിയത്. കോൺഗ്രസിൻ്റെ ശബ്ദം ആ ഘട്ടത്തിൽ പൊങ്ങിയില്ല. നമ്മുടെ സർവകലാശാല ജാമിയ മിലിയ, അവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികൾ സമരം നടത്തി. ആ വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടാൻ പോലീസ് തയ്യാറായി. ഇതെല്ലാം നമ്മുടെ രാജ്യം കണ്ടതാണല്ലോ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷഹീൻബാഗിൽ സമരം നടന്നു. ആ സമരത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടു. എല്ലാറ്റിനും പോലീസിൻ്റെ മൗനാനുവാദമുണ്ടായിരുന്നു. ഇടതുപക്ഷ നേതാക്കളാണ് അവിടെ ഓടിയെത്തിയത്. അപ്പോഴും കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിച്ചു. അവിടെയാണ്, ആ സമയത്താണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ കൃത്യമായ കലാപാഹ്വാനം നടത്തിയത്. ഇവരെ വെടിവെച്ച് കൊല്ലൂ എന്നായിരുന്നു ആഹ്വാനം, കൃത്യമായ കലാപാഹ്വാനം. ആ കേന്ദ്രമന്ത്രിക്കെതിരെ കേസ് കോടതിയെ സമീപിച്ചത് ബൃന്ദ കാരാട്ടും ഡൽഹിയിലെ CPIM സെക്രട്ടറിയുമാണ്. അവിടെയും കോൺഗ്രസിന് ഇവിടെയും കണ്ടില്ല. നമ്മുടെ ഡൽഹിയിലെ കലാപം, അതിനിരയായ ആളുകൾക്കാണല്ലോ സാധാരണഗതിയിൽ സർക്കാർ പരിരക്ഷ നൽകേണ്ടത്. അക്രമികൾക്കെതിരെയാണല്ലോ സർക്കാർ നടപടിയെടുക്കേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണുണ്ടായത്. ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്തവർക്ക് പരിരക്ഷ, ഇരകൾക്ക് നേരെ നടപടി. ഇതാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായത്. ആ കുറ്റപത്രത്തിൽ സീതാറാമിൻ്റെ പേരുണ്ടായി. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പേര് ആ കുറ്റപത്രത്തിൽ കാണാൻ കഴിഞ്ഞു? ഇപ്പോൾ ഇത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചട്ടം വന്നു. ഈ ചട്ടം വന്നപ്പോൾ വീണ്ടും പഴയ അതേ രീതിയിലുള്ള ലോക പ്രതിഷേധമുയർന്നു. ലോകമാകെ ഇതിനെ അപലപിക്കുന്നു. നമ്മൾ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയും മറ്റൊട്ടേറെ രാജ്യങ്ങളും അപലപിക്കാൻ തയ്യാറാകുന്നു. ഈ ഘട്ടത്തിൽ
നമ്മുടെ രാജ്യത്ത് നിലപാടില്ലാത്ത ഒരു കൂട്ടരില്ലേ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ദേശീയ തലത്തിലാണല്ലോ നിലപാട് വേണ്ടത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ നിലപാടുണ്ടായോ? എന്തേ അവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ ആലോചിച്ച് പറയാതാണ്. ഇത് വന്ന ഉടനെയല്ല ചോദ്യം, വന്ന ദിവസങ്ങൾ കഴിഞ്ഞു, അപ്പോഴും നിലപാടില്ല. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിച്ചല്ലോ. യാത്രയിലുടനീളം ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ആ സമാപന ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? പിന്നീട് ഇതേവരെ പറഞ്ഞോ? എന്തേ ഇതില് ശബ്ദിക്കാൻ കഴിയാത്തത്? മല്ലികാർജുൻ ഖാർഗെ ആലോചിച്ച് പറയാം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ. അദ്ദേഹം ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ തീയാണ്. എന്ത് സംഭവിക്കും നാളെ ഈ നിയമത്തിൻ്റെ ഭാഗമായി എന്നാലോചിച്ച് ഉത്കണ്ഠപ്പെടുന്ന, വല്ലാത്ത ആദിയിലും വേദനയിലും കഴിയുന്ന ജനകോടികൾ. എന്തേ അവരെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയാത്തത്? എന്തേ BJPയുടെ ആ കുൽസിതമായ നീക്കത്തിന് മൗനത്തിലൂടെ പിന്തുണ നൽകുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു തലവനും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്ന് നാം കാണണം. കാപട്യപൂർണമായ ഒളിച്ചു കളിയാണ് നടന്നത്. എന്നാൽ ശക്തമായ നിലപാട് രാജ്യത്താകെ ഇടതുപക്ഷത്തിന്, കേരളത്തിൽ LDF-നും സർക്കാരിനും ഒരു തരത്തിലുള്ള സംശയവുമില്ലാത്ത ശക്തമായ നിലപാട്. അത് നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരരാക്കലാണ്. ഹിന്ദു രാഷ്ട്രവാദം, അതാണ് RSSന്റെ സമീപനം. അതിന് ആ അജണ്ടയുടെ ഭാഗമായാണ് ഈ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നാം ഓർക്കണം. ഇത് 2024, അടുത്ത വർഷം 2025. ആ 2025-ന് RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. RSS ജന്മം കൊണ്ടിട്ട് 100 വർഷം തികയുന്നു. RSS ജനിച്ച് 100 വർഷം തികയുമ്പോൾ തങ്ങളുടെ കടുത്ത വർഗീയ ലക്ഷ്യം നേടിയെടുക്കണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികളുമായാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായാണ് ഈ നടപടികൾ എന്നത് നാം കാണണം. ഇന്ത്യൻ ഭരണഘടനയെ RSS എതിർത്തിട്ടുണ്ട്. സവർക്കർ പരസ്യമായി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. നാം ഓർക്കേണ്ട കാര്യം, മനുവിൻ്റെ മനുസ്മൃതിയാണ് രാജ്യത്തിൻ്റെ നിയമം എന്നുവരെ പറഞ്ഞു വച്ചിരുന്നു. സവർക്കർ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. ഭരണഘടനയെ തള്ളിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമാണത്. ദീനദയാൽ ഉപാധ്യായയും ഇതേ നിലപാട് തന്നെ എടുത്തിരുന്നു. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങളിലേക്ക് ഉള്ളൊരു പാലമായിട്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി അവർ കാണുന്നത്. ഭരണഘടന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ
എടുത്തു കളയാനുള്ള ടൂളുകളായാണ് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും അതേപോലെ തന്നെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും എല്ലാം അതിനുള്ള ടൂളുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ് എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ LDFും LDF സർക്കാരും ഉണ്ടാകും. ഏത് ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഈ സംഘപരിവാർ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒന്നിച്ച് നീങ്ങിക്കൊണ്ട് ഇതിനെയെല്ലാം നേരിടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.